وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. മനുഷ്യന്മാരോട് പറയപ്പെട്ടാൽ അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് സാധുക്കൾക്ക് പാവങ്ങൾക്ക് വല്ലതും കൊടുക്കണം. നാട്ടിൽ ഫക്കീറന്മാരുണ്ട്, മിസ്കീന്മാരുണ്ട്, ജീവിക്കാൻ ഗതിയില്ലാത്തവരുണ്ട്, എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോഴേ ഇന്നുണ്ട് നിരീശ്വരവാദികൾ അങ്ങനെ പറയുന്നവർ. എന്ത് പറയും? ഖാലല്ലദീന കഫറു, വിശ്വാസമില്ലാത്ത ആൾക്കാര്, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഒക്കെ പെട്ടതാ. എന്ത് പറയും അവർ? ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളാണല്ലോ ഈ പിരിവിന് പോകുക. അപ്പൊ മുഅ്മിനീങ്ങളോട് പറയും, എന്തിനാ ഞങ്ങൾ കൊടുക്കുന്നത്? അനുത്വമു മല്ലൗ യശാഉല്ലാഹു അത്വമഹു, അല്ലാഹു ഭക്ഷിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ഞങ്ങൾ എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്? ഓല ഫഖീറാക്കിയത് അല്ല അല്ലല്ലേ, അല്ല കൊടുത്തോട്ടെ. ഓല മിസ്കീനാക്കിയത് അല്ലാഹു അല്ലേ, അല്ല കൊടുത്തോട്ടെ. ഓല യതീമാക്കിയത് അല്ലാഹു തആലല്ലേ, കൊടുത്തോട്ടെ. അല്ല ഭക്ഷിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് പിന്നെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കണോ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അവരോട് അല്ലാഹു പറയാണ്, ഈ പറയുന്ന ആളുകളില്ലേ അവര് വ്യക്തമായ വഴികേടിലാണ്. അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ പേച്ചുപോയി. ഒന്നുകിൽ അല്ലാഹു അവർക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന മറുപടിയാണത്, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് പറയേണ്ട ഒരു വാക്കാണ്, നിങ്ങൾ പേച്ചുപോയിട്ടോ, നിങ്ങൾ തെറ്റിപ്പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ബി മക്കത്ത സനാദിഖ, മക്കയിൽ നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു, സിന്ദീഖുകൾ ഉണ്ടായിരുന്നു, നിരീശ്വരവാദികള്. അവരോട് വല്ലപ്പോഴും മിസ്കീന്മാർക്ക് സ്വതക്ക ചോദിച്ചാൽ അവര് പറയും, ലാ വല്ലാഹി അയഫ്തിറുല്ലാഹു വനുത്ഇമുഹു നഹ്നു, അല്ലാഹു ഫഖീറാക്കിയിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കണോ? ഇന്നും അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തിനാ പിരിവിനെന്ന്? നമ്മൾ അവിടെ നാട്ടിൽ കുറച്ച് പാവങ്ങളുണ്ട്, പല പാവങ്ങളാക്കി അല്ലാഹു തആല നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. അതിന്റെ അർത്ഥം നമുക്ക് തരാനാകൂല. അതൊരു വിശ്വാസരാഹിത്യമാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, പാവങ്ങളെ പരിഗണിക്കണം. കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് നിരീശ്വരവാദികൾ പറയും പോലെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ മാർഗം പഴച്ചു. ഇന്നന്തും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. നിങ്ങൾ വ്യക്തമായും വഴികേടിലാണ്, പിഴവിലാണ്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ആവർത്തിച്ച് ആവർത്തിച്ച് ഖിയാമത്ത് നാളിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ ഒരു ചോദ്യമാണ്. ഇപ്പോഴുമുണ്ട് സഹോദരങ്ങളെ ആ ചോദ്യങ്ങൾ. മുസ്ലിം നാമധാരികളായിട്ട് അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികൾ ചോദിക്കുന്നുണ്ട്. കുറെ കാലങ്ങളായി മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ഇങ്ങനെ ഖിയാമത്ത് നാള് എന്ന് പറയുന്ന നടക്കുന്നുണ്ട്. എപ്പോഴാണ് ഇത് സംഭവിക്കുക? അതൊക്കെ ഒരു സാങ്കല്പികം മാത്രമാണെന്ന് അവർ പറയുന്നുണ്ട്. അവരെ ചോദ്യമാണ്, മതാ ഹാദൽ വഅദു, ഈ വാഗ്ദാനം എപ്പോഴാണ്? പുനർജീവിതം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇൻ കുൻതും സ്വാദിഖീൻ. നബിതങ്ങളോടും സഹാബത്തിനോടും അവർ പറയുന്നു, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം നടക്കുന്നത്? പുനർജീവിതം എന്ന് പറയുന്ന സംഗതി എപ്പോഴാണ് നടക്കുക? അല്ലാഹുവിന്റെ മറുപടി, മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. പെട്ടെന്നാണത് നടക്കുക. മാ യൻദുറൂന, അവര് കാത്തിരിക്കുന്നില്ല, ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസമല്ലാതെ, ഒരൊറ്റ പ്രഖ്യാപനമല്ലാതെ, ഒരൊറ്റ വിളിയാളമല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല. തഅഖുദുഹും വഹും യഖ്സിമൂൻ. അങ്ങാടിയിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ, അവർ ഇടപാടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വില പറഞ്ഞ് പേശിക്കൊണ്ടിരിക്കെ, കുടുംബകാര്യങ്ങളിൽ പരസ്പരം പഞ്ചായത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ, നാട്ടുകാര്യങ്ങളിൽ ശണ്ട കൂടിക്കൊണ്ടിരിക്കെ, തഅഖുദുഹും, ആ വിളിയാളം അവരെ പിടികൂടും. പെട്ടെന്നാണത് സംഭവിക്കുക. സംഭവിക്കാൻ സമയം അടുത്തായി എന്ന് തോന്നുന്നില്ലേ? ഖിയാമത്ത് നാളിനോട് അടുക്കുകയാണ്. ലോകം ഇങ്ങനെ പോകുന്നു. ചെറിയ അടയാളങ്ങളായി പറഞ്ഞ അടയാളങ്ങളൊക്കെ ഭൂമിയിൽ ഏകദേശം നടന്നു കഴിഞ്ഞു. ഇനി വലിയ അടയാളങ്ങളായിട്ട് എണ്ണി പറഞ്ഞ 10 എണ്ണമുണ്ട്. ആ 10 എണ്ണം
ഓരോന്നും ഓരോ സമയത്ത് പെട്ടെന്ന് അങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളെ കാത്തിരിക്കാൻ കുറഞ്ഞ നേരം മാത്രമേ ഉള്ളൂ. ഇല്ലാ സുയഹത്തൻ വാഹിദ. വലിയ അടയാളങ്ങൾ 10 വരാണ്. ചെറിയ അടയാളങ്ങൾ ഏകദേശമൊക്കെ വന്നു കഴിഞ്ഞു. ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. നടന്നു കഴിഞ്ഞാൽ എത്ര സ്ഥലത്താ സ്ത്രീകൾ പള്ളിയിലേക്ക് അല്ലേ? ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, എല്ലായിടത്തും നടക്കണതില്ല. അങ്ങനെ നടന്നില്ലേ? ഭൂമിയിൽ നടന്നില്ലേ? പുരുഷന്റെ കൂടെ പുരുഷന്റെ ഒപ്പം സ്ത്രീയും കച്ചവടം ചെയ്യാ അല്ലേ? ആണല്ലേ? എത്ര അതൊക്കെ എണ്ണിയതാ. എന്നെ കണ്ണും തുറപ്പിച്ച് നോക്കി പേടിപ്പിക്കണ്ട. അതൊക്കെ എണ്ണിയതാണ് ഖിയാമത്ത് അടയാളങ്ങളിൽ. കച്ചവടത്തിന് വേണ്ടി തന്നെ താടിയും മീശയും മുളക്കാത്ത ചെറുപ്പക്കാരായ കുട്ടികളെ ഉപയോഗിച്ച് അവരെങ്ങനെ നല്ല ചൊങ്കും ചൊറുക്കോടെ നിർത്തിയിട്ട് ഒരു കാലത്തും താടി വരൂല, മീശയും വരൂല, ആ രൂപത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നൽകിയിട്ട് നല്ല ക്ലീനാക്കി നിർത്തിയിട്ട് ഉപഭോക്താക്കളെ വശീകരിക്കുന്ന കച്ചവടങ്ങൾ നടക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അചേതന വസ്തുക്കൾ സംവദിക്കുന്നത്, സംസാരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മൊബൈല് സംസാരിക്കുന്നത് കണ്ടില്ലേ? ഓൺലൈനിലൂടെ സംസാരങ്ങൾ നടക്കുന്നത് കണ്ടില്ലേ? എത്ര ദൂരത്തുള്ള സംസാരങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഉപകരണങ്ങൾ സംസാരിക്കുന്നത്, അചേതന വസ്തുക്കൾ സംസാരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നമ്മെ പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്നത്തെ കാലത്ത് മൃഗങ്ങൾ സംസാരിച്ചപ്പോ, ചെന്നായ്ക്കൾ സംസാരിച്ചപ്പോ, ചെന്നായന്റെ സംസാരം കേട്ടിട്ട് നബി തങ്ങളോട് വിവരം പോയി പറഞ്ഞപ്പോ, ജീവനുള്ള ജീവി സംസാരിച്ചതിലാണോ അത്ഭുതം? ജീവനില്ലാത്ത വസ്തുക്കൾ ഖിയാമത്ത് നാളിന്റെ മുമ്പ് സംസാരിക്കും. നടന്നുപോയി, ലോകത്ത് സംഭവിച്ചുപോയി, കൽമയ വർഷിച്ചുപോയി, വർണ്ണമയ വർഷിച്ചു. ഒരു 10 വർഷം മുമ്പാണ് കണ്ണൂർ സിറ്റിയിൽ ചുവന്ന മഴ പെയ്തത്. അത് പരിശോധനയ്ക്ക് അയച്ചിട്ട് റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. എന്ത് റിപ്പോർട്ട് വരാനാ? എന്ത് പരിശോധിക്കാനാ? കളർ എങ്ങനെ വന്നു? എന്താ ഇത്? ശാസ്ത്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യന്റെ താപം വർദ്ധിക്കുകയാണ് ഓരോ വർഷവും. അത് സൂര്യഗോളം അണഞ്ഞു പോകുന്നതിന്, കെട്ടുപോകുന്നതിന് ഒരു തെളിവാണ്. പതുക്കെ അങ്ങനെ പറയുന്നുണ്ട്. അറിയാതെ തന്നെ, വിശ്വസിക്കാതെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലും ആകാശത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, എത്ര മാറ്റങ്ങളാ പറഞ്ഞത്. ചെറിയ അടയാളങ്ങളിൽ ഏതെങ്കിലും നടക്കാനുണ്ടോ എന്ന് വെച്ചാൽ അപൂർവങ്ങളിൽ അപൂർവം. ഇത്രയും നടന്നു, പലതും നടന്നു. പലിശയും മദ്യപാനവും ലഹരിയും ഈ ഉമ്മത്ത് ഹലാലാക്കുമെന്ന് കാലങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംർ ഈ ഉമ്മത്ത് ഹലാലാക്കുന്നു പറഞ്ഞപ്പോൾ അന്നത്തെ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, അതിന്റെ തിക്തഫലങ്ങളൊക്കെ ഇത്രയും വളരെ ശക്തമായിട്ട് വിശദീകരിച്ചിട്ടും മദ്യവും ലഹരിയും എങ്ങനെയാണ് ഈ ഉമ്മത്ത് ഹലാലാക്കുക? തങ്ങൾ പറഞ്ഞു, സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ വാക്ക് എത്രയും സിദ്ഖാണ്, എത്രമാത്രം ക്ലിയറാണ്. മറ്റു പേര് പറഞ്ഞിട്ട് അവര് ഹലാലാക്കും. ഉസ്താദേ, ഇത് നിങ്ങളെ പറഞ്ഞ ഖംറല്ല, ഇത് ആൽക്കഹോളാണ്, ഇത് ബീറാണ്, ഇത് വിസ്കിയാണ്, അല്ലെങ്കിൽ MDM ആണ്, ADM ആണ്, അക്ഷരക്കൂട്ടങ്ങൾ പറഞ്ഞവര് ഹലാലാക്കും. സ്വദഖ റസൂലുള്ളാഹി. ലോകത്ത് നടന്നു കഴിഞ്ഞു സഹോദരങ്ങളെ, സംഭവിച്ചു കഴിഞ്ഞു. മറ്റൊന്നാണ് ആണ് പെണ്ണാവുക, പെണ്ണ് ആണാവുക. നടന്നില്ലേ? നിങ്ങൾക്ക് പെണ്ണാണെന്നുണ്ടോ? അല്ലാ, സംവിധാനം. ആണിന് പെണ്ണാൻ ആഗ്രഹം, പെണ്ണിന് ആണാകാൻ ആഗ്രഹം. അതാ നടക്കുന്നത്. കെട്ടിവെച്ചാ മതി ഇഷ്ടം പോലെ, അവരുദ്ദേശിക്കുന്ന അത്രയും കാശ്. മനുഷ്യനൊരു പ്രശ്നവുമില്ലാതെ അവന്റെ അവയവങ്ങൾ വിതരണം ചെയ്യും, വിൽപ്പന വെക്കും. മറ്റൊരു അടയാളം, വൃക്ക വിൽക്കുന്നില്ലേ, കിഡ്നി വിൽക്കുന്നില്ലേ, എന്തെല്ലാം വിൽക്കുന്നു. കാശ് കൊടുത്താൽ എല്ലാം കിട്ടില്ല. എന്താ നടക്കാത്തത്?
അവിടുന്ന് അന്ന് എണ്ണിപ്പറഞ്ഞത് ഒരു ഹദീസിൽ തന്നെ തങ്ങൾ എണ്ണിപ്പറഞ്ഞത് 75 എണ്ണം. ഓരോന്നോരോന്ന് സംഭവിച്ചു കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് 10 അടയാളങ്ങളിൽ ആദ്യം പറഞ്ഞ അടയാളമാണ് ഖുറൂജുൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ആഗമനം. അത് കാത്തുകൊണ്ടിരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫിത്നയാണ് വരുന്നത്. ചെറിയ ഫിത്നയൊന്നുമല്ല. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വിശ്വാസ രംഗത്ത് നിന്ന് മാറിപ്പോകും. അതുകൂടി സംഭവിച്ചു കഴിഞ്ഞാൽ 10 അടയാളങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് മായൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. അങ്ങാടിയിൽ കലഹിച്ചുകൊണ്ടിരിക്കെ, വീട്ടിലും പല ഭാഗങ്ങളിലും തർക്കം കൂടിക്കൊണ്ടിരിക്കെ ഒരു വലിയ വിളിയാളം നടക്കും. ആ വിളിയാളം കൊണ്ട് ജനങ്ങളെ മുഴുവനും പിടിച്ചു വെക്കും. എല്ലാവരും അതിൽ സ്തംഭിച്ചു പോകും, അസ്തമിച്ചു പോകും. ഒന്നാമത്തെ ഊത്താണതുകൊണ്ട് ഉദ്ദേശം, അഥവാ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം ജനങ്ങളൊക്കെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്തല്ല, വ്യാപാര രംഗത്ത്, അവരുടെ സമ്പർക്ക രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്തിന്റെ അവസാനം കുറിക്കുന്നത്. അതേ ഖിയാമത്ത് നാള് ജനങ്ങളിലേക്ക് അടിച്ചു കയറി വരും. ഒരാള് മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാണ്, മറ്റൊരാള് വീട്ടിലെ ടാങ്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊരാള് മാർക്കറ്റിൽ തന്റെ ചരക്കിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരാള് തൂക്കിക്കൊടുക്കുന്നു, തുലാസ് തൂക്കുന്നു, കനം തൂങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരൊറ്റ അടിക്കൊരു വിളിയാളം കേൾക്കുന്നത്. ആ വിളിയാളത്തോടെ കഴിഞ്ഞു, എല്ലാം അസ്തമിച്ചുപോയി. ലോകം മുഴുവനും മരവിച്ചുപോയി. فلا يستطيعون توصية ولا إلى أهلهم يرجعون ولا يستطيعون توصية. അതേ, അവർക്കാർക്കും ഒരു വസിയത്തും നിർദ്ദേശിക്കാൻ കഴിയൂല. കുടുംബങ്ങളിലേക്ക് പോയിട്ട് ഞാൻ ഇന്നതൊന്ന് പറയട്ടെ എന്ന് പറയാൻ ചാൻസ് ഇല്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അങ്ങാടിയിലുള്ള ആള് വീട്ടിലേക്കോ, വീട്ടിലുള്ള ആള് മാപ്പാനെ തെരഞ്ഞ് മകനെ തെരഞ്ഞ് അങ്ങാടിയിലേക്ക് ഒന്നും പോകാൻ കഴിയൂല. ആ വിളിയാളം വന്ന് കഴിയുമ്പോഴേക്ക് ലോകം അസ്തമിച്ചുപോയി. അസ്തമിക്കാനുള്ളതാണ് ഒന്നാമത്തെ വിളിയാളം. ആ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവസാനിച്ചുപോയി. ഒരൊറ്റ മയക്കത്തോടുകൂടെ എല്ലാവരും വീണുപോയി. ഒരു വലിയ ഘോര ശബ്ദം കേൾക്കുന്നതിന് ഒരു പരിധി ഉണ്ട് നമ്മളെ കാതിന്, അല്ലേ? പരിധിയുണ്ട്. ഞാനിപ്പോ ഈ പ്രസംഗിക്കുന്ന നിങ്ങൾക്കൊക്കെ പാകത്തിന് കേൾക്കും. ഒരു ഉഗ്രൻ ശബ്ദത്തിൽ വന്നിട്ട് ഒരാൾ വല്ല അലടിക്കുകയാണെങ്കിൽ ആദ്യം ഒരു സുഫ് പോകും, പിന്നെ അടുത്ത സുഫ് പോകും, പിന്നെ അടുത്ത സുഫ് പോകും, പിന്നെ കുറച്ചാൾ ഉണ്ടാവും. പിന്നെ ഇരിക്കുന്ന മൂപ്പർക്കും പേടിണ്ടാവും, പഠിച്ചാൽ ആംപ്ലിഫയർ പോകുമോ, സെറ്റ് പോകുമോ, മൈക്ക് പോകുമോ, അല്ലെ മോണിറ്റർ പോകുമോ എന്നൊക്കെ പേടിണ്ടാവും. അത്രയും ഊക്കുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അങ്ങാടിയിലൊക്കെ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും ആളുകൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചിലര് ഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, മാറാൻ നേരല്ല, വീണുപോയി. കച്ചവടം ഇങ്ങനെ ചെയ്ത് മുഴുമിപ്പിക്കാൻ നേരല്ല, ആളുകൾ വീണുപോയി. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് വീണുപോയി. കടകളൊന്നും പിന്നെ ഷട്ടർ നടക്കൂല, ഉള്ളിൽ ആള് വീണുപോയി. ഇത് കഴിഞ്ഞു. ഇനി അത് പുറത്ത് നോക്കാൻ വരാരെങ്കിലും നോക്കാൻ വരാനാരാ? കേൾക്കുന്നവരൊക്കെ വീണില്ലേ? എല്ലാവരും ഒറ്റയടിക്ക് വീണുപോയി. 10 അടയാളങ്ങളും സംഭവിച്ചാൽ പിന്നെ മുഅ്മിനീങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് പോകുന്നൊരു നേരമുണ്ട്. യമനിൽ നിന്നൊരു തണുത്ത കാറ്റ് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ തണുത്ത കാറ്റ് വരലോടെ മുഅ്മിനീങ്ങൾ മുഴുവനും ഭൂമിയിൽ നിന്ന് വിടവാങ്ങിപ്പോയി. പിന്നെ ഒരൊറ്റ മുഅ്മിനും ഭൂമിയിൽ ഉണ്ടാകൂല. ഈ ഒന്നാമത്തെ ഊത്ത് നടക്കുന്ന സമയത്ത് ഒരു മുഅ്മിനും ഉണ്ടാകൂല. ഫലാ യബ്ഖാ ഇല്ലാ ശിറാറുന്നാസ്.
വിശ്വാസമില്ലാത്ത ദുഷ്ടജനങ്ങൾ മാത്രമേ ഭൂമിയിൽ നിശേഷിക്കുകയുള്ളൂ. ഫതഖൂമു അലൈഹിമുസ് സഅ, ഖിയാമത്ത് നാള് അവരെ മേലാണ് നടക്കാൻ പോകുന്നത്. അവരാണ് കൃത്യമായി ഒന്നാമത്തെ വിളിയാളം കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ദ്രുതഗതിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു പിടി ഇങ്ങനെ വായിലേക്ക് ഉയർത്തുമ്പോഴേക്ക് ശബ്ദം കേട്ട് അയാൾ വീണുപോയി. ഭക്ഷണം പ്ലേറ്റിലേക്ക് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുന്ന ഉമ്മയാണോ സഹോദരിയാണോ, അത് മുന്നിൽ വെച്ചു കൊടുക്കാൻ നേരമില്ല, വീണുപോയി. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, ഒന്ന് ഉപദേശിക്കാനോ ഒന്ന് മാറ്റി പറയാനോ ഒരു നേരവും അല്ലാഹു കൊടുക്കൂല. പിന്നെ പറയുന്നു വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമത് സൂറിൽ ഊതപ്പെടും. എത്ര വർഷം കഴിഞ്ഞിട്ട്? ഒന്നാമത്തെ അട്ടഹാസവും പ്രഖ്യാപനവും കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞാൽ നുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടും. അഥവാ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിലൂടെ ലോകത്തുള്ള മൊത്തം മനുഷ്യരെയും ജീവജാലങ്ങളെയും വിളിക്കും. ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്തൊരു ഉയർന്നു നിൽക്കുന്ന പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ കയറിയിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയും, അയ്യത്തുഹൽ ഇളാമുൽ ബാലിയാ വൽ ഔസാലുൽ മുതഖത്തിആ വൽ അഅളാഉൽ മുതമസ്സിഖാ വശുഊറുൽ മുൻതശിറാ ഇന്നല്ലാഹൽ മുസവ്വിറൽ ഖാലിഖ യഅ്മുറുകുന്ന അൻ തജ്തമീന ലിഫസ്ലിൽ ഖളാ ഫജ്തമിഉ ഹലുമു ഇലൽ അർളി വഇലൽ ജബ്ബാർ. ഓ ജീർണിച്ചു പോയ ശരീരങ്ങളെ, ഛിന്ന ഭിന്നമായി പോയ ശരീരത്തിന്റെ ഭാഗങ്ങളെ, വിട്ടുപിരിഞ്ഞു പോയ രോമങ്ങളെ, നിങ്ങളോടൊന്ന് ഒരുമിച്ച് കൂടാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വരൂ. ആ വിളിയാളം ആദ്യം എത്തുന്നത് എവിടെയാണെന്നറിയോ? മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ, ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്ന ആള് ഞാനാണ്. പിന്നെ തങ്ങളുടെ സന്തത സഹചാരികളായ അബൂബക്കറിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോ, അവരൊക്കെ നേരത്തെ നടന്നു നീങ്ങുമ്പോ അതിന്റെ പ്രഖ്യാപനം ഇങ്ങനെ ഓളം തള്ളി 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 ഭൂമിയുടെ ഒരു ഭാഗം മുതൽ മറ്റൊരു ഭാഗത്തേക്ക് അങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ പള്ളി മൈതാനിയിൽ അന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരും സമയം വരുമ്പോഴേറ്റുപോയി. എല്ലാവരും ആ ശബ്ദം കേട്ടിട്ട് ആ പ്രഖ്യാപനം കേട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഒരുപക്ഷേ സത്യനിഷേധികളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിലോ എല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ടും ആയത്തിന്റെ വിവക്ഷയിലുണ്ട്. ഖാലൂ, സത്യനിഷേധികൾ ചോദിക്കുന്നു, യാ വൈലനാ, ഞങ്ങളുടെ കഷ്ടമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഉറക്കറയിൽ നിന്ന്, ഉറങ്ങിക്കിടക്കുന്ന വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാണ്? അങ്ങനെ അവർ ചോദിക്കുകയാണെങ്കിൽ വിശ്വാസികളുടെ മറുപടിയാണ്, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? റഹ്മാനായ റബ്ബ് നേരത്തെ വാഗ്ദത്തം ചെയ്തൊരു ലോകമില്ലേ, പരലോകം. ആ പരലോകത്തേക്കുള്ള പുനരുദ്ധാരണമാണ്. അതേ, വസദഖൽ മുർസലൂൻ,
മുർസലീങ്ങൾ മുഴുവനും സത്യപ്രബോധനം നടത്തിയ വിഷയമാണിത്. ഞങ്ങൾക്കിതൊരു പ്രശ്നമല്ല. ഉറക്കറാന്ന് പറയാൻ കാരണം അവിടെ ഒരു വിഷയമുണ്ട്. ഇതുവരെ അവർ കടന്നിരുന്നത് സുഖത്തിലാണോ? പിന്നെന്താ ഉറക്കമെന്ന് ചോദിക്കുന്നത്? മുന്നിലുള്ള ഭയാനതകൾ കാണുമ്പോ ഇതുവരെ കടന്നത് നല്ല ഒരു സ്ഥലത്തും നല്ല സന്തോഷത്തിലാണ്. ഈ കാണുന്നതൊന്നും സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയൂല. ഇതിനേക്കാളും നല്ലത് നേരത്തെ കടന്ന സ്ഥലമാണ്. അതുകൊണ്ടൊരു മർക്കതായി, ഒരു ഉറങ്ങുന്ന സ്ഥലമായി പറഞ്ഞതാണ്. അല്ലെങ്കിലോ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തിന്റെ ഇടയിൽ 40 കൊല്ലമുണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് എല്ലാ ഖബറാളികൾക്കും വിശ്രമമുള്ളൊരു സന്ദർഭമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈനൻ നഫഖതൈനി 40 സന, 2 ഊത്തിന്റെ ഇടയിൽ 40 കൊല്ലമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ സംഭാവനക്കുള്ള ബക്കറ്റ് വരുന്നത് വെള്ളിയാഴ്ച രാവാണ്. ഒക്കെ കണക്കാക്കിയിട്ട് നല്ല സംഭാവനകൾ കൊടുക്കണം. വെള്ളിയാഴ്ച രാവിലെ സംഭാവന ഇന്നലത്തെ സംഭാവന ആയാൽ പോരാ. ഇന്നലത്തെ സംഭാവന കുറച്ച് കനത്തിൽ വേണം തുടങ്ങല്ലേ. ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, അതുകൊണ്ട് നല്ല സ്വതക്ക കൊടുക്കണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ 40 കൊല്ലം ലൈസ ബൈനഹുമാ ഖലാഉൻ വലാ റഹ്മത്തുൻ വലാ അദാബുൻ ഇല്ലാ മാ ഷാ റബ്ബുക്. ശിക്ഷയൊന്നും ഇല്ലാത്ത 40 കൊല്ലം. ഖബറിൽ എല്ലാവർക്കും, മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ഒക്കെ ഒരു പ്രത്യേക തീരുമാനങ്ങളോ മാറ്റങ്ങളോ ഇല്ലാത്തൊരു 40 കൊല്ലം. അപ്പൊ ആ 40 കൊല്ലം കിടന്ന ആ അനുഭവത്തിൽ നിന്നാണ് അവര് ചോദ്യം, നമ്മൾ ഉറങ്ങില്ലേ എന്നതുവരെ? ആ ഉറക്കത്തിൽ നിന്ന് ആരാ എണീറ്റത്?